നമ്മുടെ ലിവിംഗ് സ്പേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് നമ്മുടെ ഡൈനിങ് ഏരിയ, അല്ലെ? പ്രകൃതിയുടെ മറ്റെല്ലാ ജീവജാലങ്ങളും ഭക്ഷണം കഴിക്കാറുള്ളത് പ്രകൃതിയുമായി ഇണങ്ങിക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് കഴിക്കാറുള്ളത്. പക്ഷെ മനുഷ്യരായ നമ്മളിൽ പലരും ചെയ്യാറുള്ളത് വില കൂടിയ ഫർണിച്ചേഴ്സുകൾ ഉപയോഗിക്കുക, കേർട്ടൻസ് ഉപയോഗിക്കുക, ഇന്റീരിയറുകൾ മാറ്റം വരുത്തുക എന്നുള്ളത് മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്ന സമയത്താണ് നമുക്ക് ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒക്കെ നമുക്ക് ലഭ്യമാവുന്നത്. അതിനായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മുടെ ഇടങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് മാറ്റം വരുത്തിയെടുക്കാൻ സാധ്യമാണ്. വളരെ വലിയൊരു ഏരിയ ആയിരിക്കുക, അതല്ലെങ്കിൽ ഒത്തിരി പണം ചെലവഴിക്കുക എന്നതിലപ്പുറം അവിടെ ക്രിയാത്മകമായിട്ട് ഫ്ലവേഴ്സ് കൊണ്ട്, ഗ്രീനറീസ് കൊണ്ട്, മറ്റ് ഓരോ എലമെന്റ്സ് കൊണ്ടും അഥവാ ഫ്രെയിം കൊണ്ട്, പെയിന്റിങ്സ് കൊണ്ടും ഒക്കെ നമുക്ക് മനോഹരമാക്കി എടുക്കാം. ഇവിടെ കാണിക്കുന്ന ഈ ചെറിയ ഒരു സ്ഥലമാണ്. ചെറിയൊരു സ്ഥലത്താണെങ്കിലും തന്നെ വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അപ്പൊ ആ ക്രമീകരണത്തിലൂടെ നമുക്ക് അത് ആസ്വാദികരമായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്. 2 ഫോട്ടോയിൽ നിങ്ങൾ നോക്കൂ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംപ് ഷെയ്ഡ്, അതിന്റെ ഉപരിതലം ഫ്ലാറ്റ് ആണ്. അപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥയിൽ പല്ലികൾ, കൂറകൾ, പാറ്റകൾ പോലത്തെ ജീവികൾ ഉണ്ടാവും. അപ്പൊ ആ ജീവികളൊക്കെ അവിടെ വന്ന് താമസ സ്ഥലമാക്കുകയും വിശ്രമ കേന്ദ്രമാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡ് ടേബിളിലേക്ക് ഇത് വന്ന് വീഴാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതയുള്ള മറ്റൊരു ഏരിയ ആണ് നമ്മുടെ ഫാന്. ഇത്തരം ഫാനുകൾ ടേബിളിന്റെ മേലെ ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അവസ്ഥ ഉണ്ടാകും. അതിനായിട്ട് നമ്മൾ വോൾ ഫാനുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. രണ്ടാമത് നമ്മുടെ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ടേബിളിന്റെ മുകളിലായിട്ട് വരുന്ന ഭാഗം ഫ്ലാറ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ മൊത്തം പ്ലെയിൻ ആയിരിക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി നല്ലത് എന്നുള്ള അഭിപ്രായം ഉണ്ട്. കാരണം ഇത്തരം പാറ്റേണുകൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആയിരിക്കാം, നമ്മൾ ആഗ്രഹിച്ച് ചെയ്യിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഡിസൈനർമാർ ചെയ്തു തന്നതായിരിക്കാം. പക്ഷെ ഇവിടെയൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പല്ലി, കൂറ, പാറ്റ പോലത്തുള്ള ജീവികള്, നമുക്ക് ശരീരത്തിന് ഹാനികരമായ ജീവികള് ഒളിഞ്ഞു താമസിക്കാനോ അവിടെ അവശിഷ്ടങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ വീഴാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ കളർ പാറ്റേണുകൾക്ക് നമുക്ക് പോകുമ്പോൾ ഡാർക്ക് കളർ, ഇപ്പൊ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറും ഒരു ബ്രൗൺ കളേഴ്സുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഒരു നല്ലൊരു വൈബ് തരുന്നുണ്ട്. പിന്നെ ഇതിൽ കാണിക്കുന്ന ഒരു ഡാർക്ക് കളറും ലൈറ്റ് കളറിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഏരിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കളർ ഉപയോഗിക്കുന്നതും നന്നായിരിക്കും. കാരണം മറ്റൊരു വൈബിലേക്ക് പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ മിഡിൽ ടോണുകളാണ് ഉപയോഗിച്ചത്. വളരെ നല്ല 2 പാറ്റേണും ഇവിടെ കാണുന്നില്ലേ? ഇതും എന്താണ്, മിഡിൽ ടോൺ കൂടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു റോയൽ ടച്ച് അനുഭവപ്പെടുന്നുണ്ട്, അല്ലെ? ഇതില് നമുക്ക് ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഇത് നമുക്ക് വാൾ പേപ്പറുകൾ ഉപയോഗിക്കാം, പെയിന്റിങ്സുകൾ ഉപയോഗിക്കാം, ഇങ്ങനെയൊക്കെ മനോഹരമാക്കി എടുക്കാം. ലൈറ്റ് കളറുള്ള ഒരു തീമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഹൈജീനിക് ആകാൻ പരിശ്രമിക്കും. ഇത് പ്രകൃതിയുടെ ഒരു അലൈൻമെന്റ് ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. മറ്റൊരു മഹത്തായ ഏരിയ ആണ് മോഡേൺ ആയിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ മിനിമലിസം, അതേപോലെ തന്നെ വലിയ വില കൂടിയ ഫർണിച്ചേഴ്സുകളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. വളരെ മിനിമലിസത്തോടു കൂടി, പക്ഷെ അടുക്കും ചിട്ടയോടുകൂടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ മോഡേൺ. പിന്നെ നമുക്ക് കളർ പാറ്റേൺ പറയാൻ, ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണല്ലോ ഇവിടെ ഉപയോഗിച്ചിട്ട്. ഈ കളേഴ്സിൽ വളരെ ഹൈജീനിക് ആയിട്ട് നമ്മൾ എപ്പം സൂക്ഷിക്കും എന്നുള്ള പിന്നെ നമ്മുടെ വീടിന്റെ മുറ്റം, കോട്ടയാടുകള്, പാർക്കുകള്, നമ്മുടെ ഗാർഡൻസുകളൊക്കെ ഈ രൂപത്തിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അല്ലാതെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി നമുക്ക് ഇത്തരം മാറ്റങ്ങൾ വരുത്താം. ഇതേപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ പാർട്ടികൾക്കെല്ലാം ഒരു പ്രകൃതിയുടെ ഒരു രമണീയതയിൽ നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഇടങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതാണെങ്കിൽ ഒരു റിസോർട്ടിൽ ഉള്ള ഒരു ഫീലിംഗ് നമുക്ക് കൊണ്ടുവരാൻ ഇത്തരം രീതികളും നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നാം ചിന്തിക്കുക, നമുക്ക് കഴിവതും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഔട്ടർ വ്യൂ കിട്ടുന്ന നല്ലൊരു വൈബുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കണം നമ്മുടെ ഡൈനിങ് ഏരിയ ആയിട്ട് നാം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അത് കേർട്ടൻസ് വെച്ചൊക്കെ വളരെ നല്ല രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നല്ല ഒരു ആംബിയൻസ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഫ്ലവേഴ്സിന്റെ സാന്നിധ്യം ഒരിക്കലും നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെ ഡാർക്ക് കളർ ഉപയോഗിച്ചിട്ട് ഫ്ലാഷ് കളർ ഉപയോഗിച്ചിട്ടുണ്ട്.
അപ്പൊ ഏത് കളർ തീമിലാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. പ്രകൃതിയുടെ ടച്ച് എന്ന് പറയുന്നത് ഗ്രീനറീസ്, ലീവ്സുകളൊക്കെ ഉപയോഗിച്ച്, ഫ്ലവേഴ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഫോക്കൽ പോയിന്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സ്, വാൾസിൽ വെക്കാൻ പറ്റുന്ന അറേഞ്ച്മെന്റ്, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വീണ്ടും ഓരോ വീഡിയോകൾ കാണുകയാണെങ്കിൽ ഇത്തരം മനോഹരമായ ഫ്ലവേഴ്സ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാനുള്ളത്, നിങ്ങൾ പഠിക്കാനുള്ള പ്രാപ്തി കൂടി നിങ്ങൾക്കുണ്ടാവും. ഇത് ഒരു ഇക്മാനാസ്റ്റയിലുള്ള മറ്റൊരു അറേഞ്ച്മെന്റ് ആണ്. മറ്റൊരു കാര്യമാണ് ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഇതേ രീതിയിൽ നമുക്ക് ആപ്പിൾ വെച്ചിട്ട് മറ്റേ ലെമൺസ് വെച്ചിട്ടൊക്കെ, ഇവിടെ ആപ്പിൾ വെച്ച് ചെയ്ത് കണ്ടില്ലേ, ഇതൊക്കെ മറ്റു ഫ്രൂട്ടുകളും വെജിറ്റബിൾസും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അനുഭവമാക്കി നമ്മുടെ ഡൈനിങ് ഏരിയ മാറ്റാം. വോളുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ചില മെത്തേഡുകളാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മിററുകൾ ഉപയോഗിച്ചിട്ടുള്ള ഫ്രെയിമുകൾ ഉപയോഗിച്ചുകൾ നല്ല രീതിയിലുള്ള ഒരു ഡെക്കറേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന ഇടത്തിന്റെ ഫോട്ടോ എന്റെ വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക. ആവശ്യമായ നിർദ്ദേശങ്ങൾ വളരെ ഫ്രീ ആയ നിലക്ക് തന്നെ നിങ്ങൾക്ക് ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഇസ്മായിൽ ടി. 18 വർഷത്തിലേറെ ക്രിയേറ്റീവ് ലിവിംഗ് സ്പേസ് എന്ന കൺസെപ്റ്റില് വളരെ ബൃഹത്തായ എക്സ്പീരിയൻസ് വിദേശത്തും സ്വദേശത്തുമായിട്ട് എനിക്കുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.